എൻ്റെ പേര് ലിഡിയ. ഞാൻ കോട്ടയത്ത് പേരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ പ്രകാശനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. 2022 മാർച്ച് 1 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനിവിടെ വന്നത്. എൻ്റെ കുടുംബജീവിതം വളരെ തകർച്ചയുടെ വക്കിലാണ്. എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. വിവാഹിതയാണ്. ഞാനൊരു നേഴ്സാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. വല്ലാത്തൊരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു എൻ്റെ വിവാഹ ജീവിതം. ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരുന്നത്. ഞാനും എൻ്റെ മമ്മിയുമാണ് ഇവിടെ വന്നത്. എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാനിവിടെ കൃപാസന ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞത്. അവളിവിടെ വന്ന് OET പാസ്സായത്, അയർലൻഡിൽ പോയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ്. ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ വന്ന് മാറി മാറി പോവുകയായിരുന്നു. അവസാനം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എനിക്കിവിടെ തന്നെ വരേണ്ട വന്നു. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കതൊന്നും പാസ്സാകാൻ സാധിക്കുന്നില്ലായിരുന്നു. എല്ലാം പാസ്സാകും, പക്ഷേ ഓരോ പ്രതിസന്ധികൾ വന്ന് മാറി മാറി പോവുകയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴി ഞാൻ ബസ്സിനാണ് പോയത്. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ UK ഒരു ഏജൻസിയിലാണ് കൊടുത്തിരുന്നത്. ആ ഏജൻസിയിൽ നിന്ന് 3-4 മാസമായിട്ട് ഒരു റിപ്ലൈയും വരുന്നില്ലായിരുന്നു. പോണ വഴിക്ക് തന്നെ എന്നെ അവർ കുറേ കോൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാനതൊന്നും കണ്ടില്ല. വീട്ടിൽ നിന്ന് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഒരു 4-5 മിസ് കോൾ കിടക്കുന്നത് കണ്ടു. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, നാളെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നിനക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം എൻ്റെ പ്രതിസന്ധികൾ കാരണം ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു ഇൻ്റർവ്യൂവിന്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കൊന്നും സാധിക്കത്തില്ലായിരുന്നു. ഞാൻ അത്രയധികം വീക്കായിരുന്നു എൻ്റെ പ്രതിസന്ധികൾ കാരണം. ഞാൻ മനസ്സോടെ ഓക്കെ ഞാൻ പ്രിപ്പയർ ആയിക്കോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ ലിങ്കുകളെല്ലാം തന്നു. എനിക്ക് എന്താ ഞാൻ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. ആ മാതാവ് എൻ്റെ മുന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപവും എൻ്റെ കയ്യിൽ മുറുകെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുത്തെ UK ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എനിക്കറിയില്ല. ഞാൻ എന്താ ആൻസർ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ സെലക്റ്റഡ് ആയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിന്നെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉടനടി നടക്കുകയായിരുന്നു. എല്ലാ അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആ നിമിഷം മുതൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് രോഗി ശുശ്രൂഷയിൽ ഒരു ചെറിയ തടസ്സം കാണിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിസയിൽ ഒത്തിരി തടസ്സം വന്നിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള എനിക്കത് ആദ്യമൊന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തവരെല്ലാവരും കയറിപ്പോയി. 2-3 മാസമായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീടുള്ള സാക്ഷ്യങ്ങളിലെല്ലാം ഞാൻ കേൾക്കുന്നത് രോഗി ശുശ്രൂഷയുടെ ഇതാണ്. ഓരോരുത്തർക്ക് അത് ചെയ്യാത്തത് കൊണ്ട് കാരണം പല കാര്യങ്ങളും തടസ്സം വന്നിരിക്കുന്നു. അപ്പോൾ അത് എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻറ്ററിൽ പോയി രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുകയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് ചിലവഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാണുന്ന അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം, അതിൻ്റെ ഫലമായി മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ കറക്റ്റ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് വിസ അടിച്ച് നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു. ഞാൻ UK പോവുകയുണ്ടായി. പക്ഷേ എനിക്ക് അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ജീവിതം പ്രതിസന്ധിയുടെ വക്കിലായതുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല തടസ്സങ്ങളുണ്ടാകുമായിരുന്നു. അതിന് ഞാൻ അമ്മ മാതാവിനോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അൾത്താരയിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ് സാക്ഷ്യം പറയാനായിട്ട്. ഇതിൻ്റെ 1ാമത്തെ സാക്ഷ്യം, എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ നേടിയതല്ല ഈ ജോലിയൊന്നും. എൻ്റെ അമ്മ മാതാവ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ UK കൊണ്ടുപോയത് അമ്മ മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ്, എൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല. 2ാമത്തെ സാക്ഷി എന്ന് പറയാനായിട്ട്, എൻ്റെ അനിയത്തി കഴിഞ്ഞ വർഷം +2 പാസ് ഔട്ടായി. ആ സമയത്ത് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതകളും പനിയും ഒക്കെ ആയിരുന്നു. നല്ല രീതിയിലൊന്നും അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. മിക്ക എക്സാമുകളും അവൾക്ക് ടഫായിരുന്നു. പക്ഷേ അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടതിൻ്റെ ഫലമായി ഫുൾ A+ നൽകി അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവൾ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണ്. 3ാമത്തെ സാക്ഷി എന്ന് പറയാൻ, ഞാൻ അമ്മ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത എല്ലാവർക്കും അമ്മ മാതാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവെ എൻ്റെ സാക്ഷ്യം വർദ്ധിക്കുവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ മെഴുകുതിരിയിലേക്ക് നോക്കി. പക്ഷേ എന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പെട്ടെന്ന് അമ്മ മാതാവ് എന്നോട് ചോദിക്കുന്നു, നിൻ്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ മകളെ നീ കാണാത്തതെന്ന് എന്നോടൊരു ചോദ്യം. ഞാൻ മെഴുകുതിരിയിലേക്ക് നോക്കുമ്പോൾ മെഴുകുതിരിയുടെ സൈഡിൽ അമ്മ മാതാവ്
കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ അതേ രൂപത്തിൽ മെഴുകുതിരിയുടെ സൈഡിൽ ഒരു മാതാവിൻ്റെ രൂപം മെഴുകു പ്രതിമ പോലെ ഉരുക്കി എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം തന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കും ഇതുപോലൊരു സാക്ഷ്യമുണ്ടായി. അവൾക്കും ഇതുപോലെ മാതാവിൻ്റെ രൂപത്തിൽ അമ്മ മാതാവ് മെഴുകിൻ്റെ പ്രതിമയിൽ ഒരു മാതാവിൻ്റെ അതേ രൂപം കൊടുത്തു. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരുപാട് ക്രൈസ്തവരായിട്ടുള്ളവരെയും അക്രൈസ്തവരായിട്ടുള്ളവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ജീവിതം ഒരുപാട് പ്രതിസന്ധിയുടെ നടുവിലാണ്. ദൈവഹിതത്തിന് അനുസൃതമായ ഒരു തീരുമാനമെടുക്കാൻ അമ്മ മാതാവ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ലിദിയ ജേക്കബ് കോട്ടയത്ത് നിന്ന് വന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സഹോദരി എന്ന് പറയുന്നത് UK പോകുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ വളരെ തടസ്സങ്ങളായിരുന്നു. അതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞ് ആ തടസ്സങ്ങളെല്ലാം എന്ന് പറയുന്നത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി. അപ്പോൾ ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് മാനസികപരമായി വളരെയേറെ വ്യഥ അനുഭവിച്ചുകൊണ്ടായിരുന്നു. അവരുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ആ ഒരു അവസ്ഥയിൽ മാനസികപരമായി വളരെയേറെ വിഷമിച്ചുകൊണ്ടാണ് ഈ മകൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷെ അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നത് അത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി ഇപ്പോൾ അവർക്ക് അവിടെ പോകാൻ സാധിച്ചു. ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്? അതെ, സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. 10 മാസമേ ഉള്ളൂ ഞാൻ പോയിട്ട്. പിന്നീട് അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളുടെ പഠനമായിരുന്നു. മകള് ഫുൾ A+ഓടുകൂടി പാസ്സായി. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഈ മകൾക്ക് ലഭിക്കുന്നത്. അത് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഈ മകൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ ഉടമ്പടി എടുത്തതിലൂടെ തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും മക്കൾക്ക് ലഭിച്ചത്. ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായി കരങ്ങളടിച്ച് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.